വൃഷഭ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രം. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. എസ്പെഷ്യലി ഇതൊരു തെലുഗു മലയാളത്തിൽ വരുന്നൊരു ബൈലിംഗൽ സിനിമയാണ്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. ഡിസംബർ 25-നാണ് റിലീസ് വരുന്നത്. കാണാം. ഇതെന്തോ ഒരു എന്താണ് പറയുക, റീഇൻകാർണേഷൻ സെറ്റപ്പാണ്. ഓക്കെ, ആ ഒരു പ്രശ്നമൊക്കെ കൊള്ളാവൂ. ഓക്കെ, പാസ്റ്റും പിന്നെ ഇപ്പൊ കറന്റ് പ്രശ്നം നടക്കുന്ന കാര്യങ്ങളാണ്. ഫൈറ്റ്, ഈ ഫൈറ്റ് കൊള്ളാം. എനിക്കൊന്ന് പാസ്റ്റുള്ള മകൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴുള്ള മകനും വരുന്ന ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. എന്നാ ഗരുഡ സമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ ആയിരുന്നത് നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതൊരു ആറാട്ട് സിനിമയുടെ ഒരു വൈബ് അടിച്ചല്ലേ. ലാലേണ്ണാണ്ട് മുണ്ട് മുടക്ക് മീശപിരിയൊക്കെ ഉണ്ട്. അതിമോഹമാണ് മന്നെ, അതിമോഹം. നരസിംഹത്തിലെ ഡയലോഗ് എടുത്തങ്ങ് വെച്ചേക്കുക. നന്ദകിഷോർ ഡിസംബർ 25. അപ്പം ട്രെയിലർ എന്താ പറയുക, ആക്ച്വലി ഇത് അനൗൺസ് ചെയ്ത സമയത്ത്, ഇതിൻ്റെ പോസ്റ്ററുകൾ വരുന്ന സമയത്ത് അങ്ങനെ ലാലേട്ടൻ പിന്നെയും ഒരു മറ്റു ഭാഷകളിൽ പോയി ആക്ച്വലി കുറച്ചെങ്കിലും ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, പേഴ്സണലി തോന്നിയിട്ടുള്ള പഴയ സിനിമകളല്ല, ഇപ്പം കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്റ്റാർസും ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ഭാഷകളിലേക്കൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് ജനതാ ഗ്യാരേജ് മാത്രമാണ്. അതൊരു തെലുഗു സിനിമയാണ്. പിന്നെ അദ്ദേഹം നായകനായിട്ട് വന്ന വിസ്മയം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അത് തെലുഗു അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ല നല്ല വേഷങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് തോന്നുന്നത്. ഞാൻ ഈ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമാണ്, ഇപ്പോൾ കറൻ്റ് ഉള്ള സിനാരിയോയിൽ. സോ ഇത് വന്ന സമയത്ത് ഇതെന്തായി, ലാലേട്ടൻ അങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറും അല്ല ഈ പറയുന്ന രാജാവ് അങ്ങനെ സെറ്റപ്പൊക്കെ. സോ എൻ്റെ പോസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ ഒരു ആവറേജ് സെറ്റപ്പിലാണ് തോന്നിയത്. എന്നാൽ പോലും ഈ ട്രെയിലറിനകത്ത് കുറച്ചുകൂടെ നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരുപാട് ഇതുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതെ പോയെന്ന് വെച്ചാൽ ഒരു ഫൈറ്റിൻ്റെ ഈ പറയുന്ന നമ്മുടെ കയറ് കെട്ടിയുള്ള സെറ്റപ്പ് ഉണ്ട്. അതൊരു പരിധിക്കപ്പുറത്തുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ സേഫ്റ്റി ആണല്ലോ, സിനിമയാണെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് പോകാൻ പറ്റില്ല. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരുപാട് സ്ഥലത്ത് അടിപൊളിയായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത ഫൈറ്റിംഗ് കാണുന്നുണ്ട്. എസ്പെഷ്യലി വിഷ്വൽസ് എടുത്ത് പറയണം, VFX എടുത്ത് പറയണം. VFX നല്ലതാണ്. എന്തായാലും ഡെഫിനറ്റ്ലി ഇതൊരു തെലുഗു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരു ബിഗ് ബജറ്റ് പടമായതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ബാഹുബലിയായിട്ടൊരു കമ്പാരിസൺ വരും. കുറച്ച് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ഈ ഒരു ചെറിയൊരു സ്ക്രീനിൽ കാണുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ബട്ട് അതുപോലെ ഭയങ്കര നല്ലതായിട്ട് തോന്നി. ഭയങ്കര വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാംസിയസ് ആണ് എൻ്റെ മ്യൂസിക് ചെയ്യുന്നത്, BGM ചെയ്യുന്നത്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഒരു ടിപ്പിക്കൽ കഥയിൽ ഉപരി പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരാൾ എന്തോ ഒരു കാരണത്താൽ മരണപ്പെട്ട് അദ്ദേഹം ഈ ഒരു പ്രസൻറ്റിലേക്ക് വരുന്നു, പുനർജനിക്കുന്നു. അതിന് ശേഷമുള്ളൊരു കണക്ഷനൊക്കെയാണ്. ഇങ്ങനൊരു സാധനം റീസെൻ്റ്ലി വന്നത് നമ്മുടെ കങ്കുവയാണ്. അതിൻ്റെ ഒരു ഭയമുണ്ട്. എന്നാൽ പോലും ഇതൊരു ടോട്ടലി വേറെ സെറ്റപ്പ് ആയതുകൊണ്ടും നന്ദകിഷോർ അദ്ദേഹത്തിൻ്റെ പൊഗറു എന്ന് പറയുന്നൊരു കന്നഡ സിനിമയുണ്ട്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ പണിയറിയാവുന്നൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ലാലേട്ടനെ പോലെ ഒരു ലെജൻഡിനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അദ്ദേഹം എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നു, ഈ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് വരുന്നതും ലാലേട്ടൻ അക്സെപ്റ്റ് ചെയ്യുന്നതും ഇതിനകത്തൊരു ഫ്രഷ്നെസ് ഒക്കെ ഉള്ളതുകൊണ്ട് തോന്നിയത്. അതുകൊണ്ടൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ആൻ്റണി പെരുമാറൊക്കെ പറഞ്ഞത് ഒരു നല്ലൊരു പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആകെയുള്ളൊരു പേടി ഇങ്ങനത്തെ കുറച്ച് ചില തെലുഗു സെറ്റപ്പിൽ വരുന്നൊരു കഥയോ അങ്ങനത്തെ ലാർജർ ദാൻ സെറ്റപ്പിലേക്ക് പോകാതെ ഒരിടിയിൽ ഒരാൾ 100 മീറ്റർ പൊങ്ങിപ്പോകുന്ന അങ്ങനത്തെ സെറ്റപ്പുകളിലേക്ക് ഒന്നും പോകാതെ ഒരു കുറച്ചുകൂടെ ഒരു നാച്ചുറൽ രീതിയിൽ നിൽക്കുന്ന, മലയാളത്തിന് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള
മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലാലേട്ടന് ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ മലയാളം പടമായിട്ടും കൂടെ ആയിരിക്കണം അവർ കൺസീവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടിപ്പിക്കൽ മുണ്ട് മടക്കുക, മീശ പിരിക്കുക, അതൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ മകൻ ഒരു പാസം ഉണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് പേടിയുള്ളത്. സ്ഥിരം ഈ പാസം വരുന്നത് പടങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി വന്നതൊക്കെ കണ്ടിട്ട് പേടിയാണ്. ഇതിനകത്ത് ആ ഒരു സെറ്റപ്പിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പോകില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ റീസെൻ്റ്ലി കണ്ട അല്ലെങ്കിൽ ആ ടിപ്പിക്കൽ ഒരു റീഇൻകാർണേഷൻ്റെ സെറ്റപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, പുനർജനിക്കുന്ന നമ്മൾ ഒരുപാട് കഥകൾ കണ്ടിട്ടുണ്ട്. മഗധര ഉൾപ്പെടെ അതിനുള്ള എക്സാമ്പിളാണ്. സോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു പടം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ലാലേട്ടൻ്റെ ഒരു ഗോൾഡൻ ഇയർ ആണ് 2025 എന്ന് പറയുന്നത്. സോ December 25 ഈ ഒരു പടം വരുന്നു. ഇതൊരു നല്ലൊരു വിജയമാകട്ടെ, നല്ലൊരു സിനിമയാകട്ടെ, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ ടീമിനും. അത്യാവശ്യം ട്രെയിലറിനകത്ത് അത്യാവശ്യം ഉണ്ട് നല്ല ഒരു ഞാനൊരു പേടിച്ച ഒരു സെറ്റപ്പ് ഉണ്ട്. അതല്ല ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പറയുന്ന ഫ്ലോസ് ഒക്കെ ഉണ്ടെന്നാൽ പോലും ഒരു ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഈ ഒരു സിനിമ. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം.